തിരുവനന്തപുരം ലോ കോളേജ് പ്രശ്നത്തിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്തു. സിൻഡിക്കേറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. ഭാവി മരുമകൾ എന്ന് പറയപ്പെടുന്ന അനുരാധയുടെ മാർക്കുകൾ പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കും. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരിന് വിടുകയും ചെയ്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ച് ഇന്റേണൽ മാർക്കിൽ ക്രമക്കേട് കാട്ടിയ പ്രിൻസിപ്പലിനെ ഡീബാർ ചെയ്യണം എന്നതായിരുന്നു പ്രധാനമായ ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ വിവിധ ചർച്ചകളിൽ എന്ത് തീരുമാനമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്? അരുൺ, ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ തന്നെയാണ് ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെയും അതോടൊപ്പം തന്നെ ലോ അക്കാദമിക്കെതിരെയും കണ്ടെത്തിയിരുന്നത് ഉപസമിതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം, സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. തീരുമാനങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് പ്രിൻസിപ്പലായ ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായത്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ മാറ്റുന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമാണ് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ചും ആ രീതിയിൽ ഒരു തീരുമാനം നടപ്പിലാക്കാൻ സർവകലാശാലയ്ക്കോ സംസ്ഥാന സർക്കാരിനോ സാധിക്കില്ല. അത് ചോദ്യം ചെയ്ത് ലക്ഷ്മി നായർക്ക് കോടതിയിൽ പോകാം എന്നൊരു സാധ്യത അതിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന പ്രമേയം ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം പാസാക്കിയിരിക്കുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗം പാസാക്കിയ പ്രമേയത്തിൽ 2 UDF അംഗങ്ങൾ വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇനി ഉചിതമായ നടപടി സർക്കാരിനും മാനേജ്മെന്റിനുമാകും സ്വീകരിക്കാനാവുക. സർക്കാരിനും മാനേജ്മെന്റിനുമാണ് ഈ ശുപാർശ നൽകിയിരിക്കുന്നത്. മറ്റ് തീരുമാനങ്ങൾ എല്ലാം തന്നെ സിൻഡിക്കേറ്റ് ഐകകണ്ഠേന പാസാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന്, വിദ്യാർത്ഥികൾക്ക് ഇന്റേണൽ മാർക്ക് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യം അത് വ്യക്തമായി തന്നെ മോണിറ്ററിംഗ് സെല്ല് നിരീക്ഷിക്കുന്നതായിരിക്കും. കൂടാതെ മറ്റ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളായ, അതായത് ലേഡീസ് ഹോസ്റ്റലിലെ, വനിതാ ഹോസ്റ്റലിലെ CCTV ക്യാമറകൾ സ്ഥാപിച്ചതിനെ നിശിതമായി തന്നെയാണ് ഉപസമിതി വിമർശിച്ചിരുന്നത്. ഈ ഒരു അതിന്റെ വ്യക്തമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചവയെല്ലാം തന്നെ മാറ്റണം എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. അത് മാറ്റിയതിനു ശേഷം വിദ്യാർത്ഥിനികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാത്ത രീതിയിൽ ക്യാമറകൾ പുനഃക്രമീകരിക്കണം എന്നാണ് സിൻഡിക്കേറ്റ് യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, അനുരാധ, അതായത് ലോ അക്കാദമിയുടെ പ്രിൻസിപ്പലായിട്ടുള്ള ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ ആയ അനുരാധയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അനുരാധയുമായി ബന്ധപ്പെട്ട് അനുരാധയ്ക്കും അനുരാധയ്ക്കൊപ്പമുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്കും ഹാജർ നില, കൃത്യം 50% ഹാജർ നില പോലും ഇല്ലാത്ത വിദ്യാർത്ഥിനികൾക്ക് വ്യക്തമായും ഇന്റേണൽ മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു. അതേസമയം 75%-ലധികം ഇന്റേണൽ ഹാജർ നിലയുള്ള കുട്ടികൾക്ക് ഇന്റേണൽ മാർക്കിൽ വളരെ കുറവ് മാർക്ക് മാത്രം ലഭിക്കുന്നു. ഇത് വലിയ ആക്ഷേപവും വലിയ പരാതിയുമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ വ്യക്തമായി പരീക്ഷാ കൺട്രോളർ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും അനുരാധയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. ഏതായാലും ഇതിൽ അനുരാധയിൽ നിന്നും തെളിവെടുക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സർവകലാശാലയിൽ ഈ വിഷയം, ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി പീഡനം വർദ്ധിക്കുന്നു എന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സമരം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ശക്തമായ ഇടപെടൽ തന്നെയാണ് കേരള സർവകലാശാല നടത്തിയിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഉപസമിതിയെ നിയോഗിക്കുകയും ഉപസമിതി കോളേജിൽ നേരിട്ട് തന്നെയാണ് തെളിവെടുപ്പ് നടത്തിയതും. ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥി സമരം 18ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായ ഈ തീരുമാനം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ലോ അക്കാദമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്തും മറ്റു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എല്ലാം തന്നെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് യോഗം സമാപിച്ചിരിക്കുന്നത്. അരുൺ, അതായത് കോളേജ് മാനേജ്മെന്റിനോട് സർക്കാർ ഇക്കാര്യം, സർവകലാശാല ഇക്കാര്യം ആവശ്യപ്പെടണം എന്നാണ് തീരുമാനമായിരിക്കുന്നത്. ഇതിൽ സർക്കാരിന് വിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ സർക്കാരിന് ഒരു വിഷയത്തിൽ മാത്രമാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം നിലനിന്നിരുന്നത്. മറ്റ് ഉപസമിതിയുടെ കണ്ടെത്തലുകൾ എല്ലാം പൂർണ്ണമായും തന്നെ അംഗീകരിക്കുകയായിരുന്നു. പ്രിൻസിപ്പലിനെ മാറ്റുന്നത് സംബന്ധിച്ചൊരു വിഷയത്തിൽ മാത്രമാണ് നിലവിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ തർക്കം നിലനിന്നിരുന്നത്. അതിൽ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞിരുന്നത്, CPIM-ന്റെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിലെ നിലപാട് എന്ന് പറയുന്നത് ഉചിതമായ നടപടി പ്രിൻസിപ്പലിനെതിരെ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. അതേസമയം UDF അംഗങ്ങളാകട്ടെ അവർ സ്വീകരിച്ച ഒരു നിലപാട് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് തന്നെ ലക്ഷ്മി നായരെ ആ തൽസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണം, അതിനുവേണ്ടി സർക്കാരിനോടും മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്യണം എന്നതായിരുന്നു UDF അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് കോടതിയിൽ പോയി അവർക്ക് ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത അതിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത്. പ്രമേയം പാസ്സാവുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രമേയം പാസ്സായതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം
നിരീക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോടും മാനേജ്മെന്റിനോടും സിൻഡിക്കേറ്റ് യോഗം ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൽ മാനേജ്മെന്റ് അടിയന്തര യോഗം ചേർന്ന് മാനേജ്മെന്റിന്റേതായ നിലപാടുകൾ ഇതിൽ സ്വീകരിക്കുന്നതായിരിക്കും. സർക്കാരും ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി, ഇക്കാര്യത്തിൽ ഈ ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന അനുരാധയെ ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയർ ഔട്ട് ആക്കണമെന്നൊരു പ്രധാന ആവശ്യം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്ത് ധാരണയാണ് ഉണ്ടായത്? തീർച്ചയായും ഇയർ ഔട്ട് ആക്കണം എന്നൊരു ആവശ്യം തന്നെയായിരുന്നു പ്രധാനമായും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതും. അതോടൊപ്പം തന്നെ ഉപസമിതിയുടെ കണ്ടെത്തൽ പോലും ആ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇയർ ഔട്ട് ആക്കുന്ന കാര്യത്തിൽ അത് ഒറ്റയടിക്ക് സർവകലാശാലയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അതിൽ വ്യക്തമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അനുരാധയെ വിളിച്ചു വരുത്തി അനുരാധയിൽ നിന്നും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പരീക്ഷാ കൺട്രോളർ സമിതി അതേക്കുറിച്ച് പരിശോധിച്ച് അനുരാധയെ വിളിച്ചു വരുത്തി അനുരാധയിൽ നിന്ന് തെളിവെടുത്ത ശേഷം മാത്രമേ ഇയർ ഔട്ട് ആകുന്ന കാര്യത്തിലേക്ക് ഒരു കാര്യങ്ങൾ ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ ഇയർ ഔട്ട് ആകുന്ന ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജയാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ലോ കോളേജുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. 9ാം സെമസ്റ്റർ പരീക്ഷയാണ് 10 ദിവസത്തേക്ക് മാറ്റിവെച്ചത്. SFIയുടെ സെനറ്റ് അംഗങ്ങൾ നൽകിയ നിവേദനത്തെ തുടർന്നാണ് പരീക്ഷകൾ മാറ്റിവെക്കാൻ തീരുമാനമായത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒത്തുതീർപ്പിന് മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. സമരം സർക്കാർ വിരുദ്ധ സമരമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായും കോടിയേരി അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഈ സമരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി കണ്ട്, കോളേജിന്റെ പ്രശ്നങ്ങളായി കണ്ട് അതിലിടപെടുകയാണ് വേണ്ടത്. അതിനു പകരം ഇതിനെ ഒരു രാഷ്ട്രീയ സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം അത് കരുതിയിരിക്കുകയും വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുകയും വേണം. അതിനാവശ്യമായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഈ ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരം ഉണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെൻറ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് BJPയുടെ പ്രകടന പത്രിക. ഉത്തർപ്രദേശിലെ മുഴുവൻ അറവുശാലകളും അടച്ചുപൂട്ടുമെന്നും മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായം തേടുമെന്നും BJP. നോട്ട് പിൻവലിക്കലിലെ എതിർപ്പ് മറികടക്കാൻ വൻ ആകർഷക വാഗ്ദാനങ്ങളും UP പ്രകടന പത്രികയിൽ BJP ഉൾപ്പെടുത്തി. മനുശങ്കർ ചേരുന്നു. മനു, എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്? 15 വർഷത്തിന് ശേഷം UPയിൽ അധികാരം ലക്ഷ്യമിടുന്ന BJP വൻ വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 3-ൽ 2 അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നാണ് പ്രകടന പത്രികയിൽ BJP വ്യക്തമാക്കിയിരിക്കുന്നത്. ചില ഈ കോടതിയുടെ നിർദ്ദേശാനുസരണം എത്രയും വേഗം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും BJPയുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. മുത്തലാഖ് വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായം ആരാഞ്ഞ് സുപ്രീം കോടതിയിൽ ഇത് ക്രോഡീകരിച്ച് നൽകുമെന്നും BJP അവകാശപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഈ നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ സംസ്ഥാനത്തുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ വൻ ആകർഷക ജനകീയ പദ്ധതികളും പ്രകടന പത്രികയിൽ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ കാർഷിക വായ്പകളും എഴുതിത്തള്ളും. അധികാരത്തിലേറിയ ശേഷം പലിശരഹിത കാർഷിക വായ്പ നൽകും. 90% യുവാക്കൾക്കും ജോലി ഉറപ്പു നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. വീട് വയ്ക്കാൻ 6 ലക്ഷം രൂപ, BPL വിഭാഗക്കാർക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, എല്ലാ വീടുകളിലും വൈദ്യുതി, LPG, ശൗചാലയം എന്നിങ്ങനെയും പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങളാണ്. 300 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്നുമാണ് പാർട്ടി അധ്യക്ഷൻ പ്രകടന പത്രിക പുറത്തിറക്കി ലക്നൌവിൽ പറഞ്ഞിരിക്കുന്നത്. അരുൺ. മനുശങ്കർ വിവരങ്ങൾ നൽകിയത്. UPയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ ആരംഭിക്കും. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം എന്ന മുദ്രാവാക്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും പ്രചാരണത്തിന് നേരിട്ടെത്തും. അതേസമയം BJPയിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ പൊട്ടിത്തെറി രൂക്ഷമാണ്. ബീഹാറിൽ BJPയെ തറപറ്റിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് തന്ത്രമാതൃകയിൽ സമാജ്വാദി കോൺഗ്രസ് പ്രചാരണം നാളെ മുതൽ ഉത്തർപ്രദേശിൽ ആരംഭിക്കും. അഖിലേഷും രാഹുൽ ഗാന്ധിയും സംയുക്തമായാണ് നേരിട്ട് നാളെ പ്രചാരണത്തിനെത്തുക. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം UPയുടെ സ്വന്തം പുത്രന്മാർ എന്ന വാക്യങ്ങളിലാണ് രാഹുലിന്റെയും അഖിലേഷിന്റെയും പ്രചാരണം.
അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രംഗത്തുണ്ടാകും. ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമാജ്വാദി കോൺഗ്രസ് സഖ്യം കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഭരിക്കാനുള്ള ഭൂരിപക്ഷം 202 ആയിരിക്കെ 192 മുതൽ 196 സീറ്റുകൾ വരെ BJPക്ക് പരമാവധി ലഭിക്കുകയുള്ളൂ എന്നാണ് ആദ്യഘട്ട സർവേ ഫലങ്ങൾ. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് 178 മുതൽ 182 സീറ്റുകൾ ലഭിക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP തെരഞ്ഞെടുക്കപ്പെടുമെന്നും ആദ്യഘട്ട സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടയിൽ സീറ്റ് വിഭജനത്തിൽ BJPക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഘടകത്തിന് BJP കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ നേതാക്കൾക്ക് AK ആന്റണിയുടെ രൂക്ഷ വിമർശനം. രാത്രി RSSും പകൽ കോൺഗ്രസും ആകുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടെന്നും ആന്റണി തുറന്നടിച്ചു. പാർട്ടിയില്ലെങ്കിൽ നേതാക്കളില്ലെന്ന് ഓർക്കണമെന്നും ആന്റണി ഓർമ്മിപ്പിച്ചു. പാർട്ടിയിൽ നിന്ന് പോയാൽ എല്ലാം നഷ്ടപ്പെടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുള്ള ആന്റണിയുടെ പരോക്ഷ വിമർശനം. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, കാലിനടിയിലെ മണ്ണ് BJP കൊണ്ടുപോകുന്നു. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കളെ ഇനി ആവശ്യമില്ല. ഉറച്ച മതേതര മുഖമുള്ള നേതാക്കൾ ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി തെളിയിക്കുന്നുവെന്നും ആന്റണി പറഞ്ഞു. ഹൈക്കമാൻഡ് അനാഥമായെന്നായിരുന്നു മുതിർന്ന നേതാവ് MM ജേക്കബിന്റെ വിമർശനം. നേരത്തെ അവിടെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമുള്ളതായി തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതെന്നും MM ജേക്കബ് വിമർശിച്ചു. ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് സുധീറിന്റെ പ്രതികരണം. പുനഃസംഘടനാ നടപടികൾ AICC നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ടു പോകും. പുനഃസംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടർ ചർച്ചകളുമായി നീണ്ടുപോയി. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് KPCC നിർവാഹക സമിതി ചേരുന്നതിലൊരു ഇടവേള ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പാർട്ടിയുടെ സർവ്വ ഘടകങ്ങളെയും കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ലോ അക്കാഡമിയുടെ ഭൂമിയും കോളേജും സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC പ്രമേയം പാസാക്കി. 7 മാസത്തിനു ശേഷം ചേർന്ന KPCC യോഗത്തിൽ ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളും കൊടികളും INTUC KSU പ്രവർത്തകർ നശിപ്പിച്ചു. INTUCയും KSUവും ചേർന്ന കൊച്ചി IG ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്നതിനിടെയാണ് പ്രവർത്തകർ അക്രമാസക്തരായത്. പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് CITU DYFI പ്രവർത്തകരും നഗരത്തിൽ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം എറണാകുളം ലോ കോളേജിൽ INTUC നേതാവിന്റെ മകനെ SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് KSU INTUC പ്രവർത്തകർ IG ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കണയന്നൂർ താലൂക്ക് ഓഫീസിൽ നിന്ന് തുടങ്ങിയ മാർച്ച് മഹാരാജാസ് കോളേജിന് മുന്നിലെത്തിയപ്പോൾ പ്രവർത്തകർ അക്രമാസക്തരാവുകയായിരുന്നു. മഹാരാജാസ് കോളേജിലെ ജനൽ ചില്ലുകൾ തകർത്ത പ്രതിഷേധക്കാർ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചു. ഇതേ തുടർന്ന് CITU DYFI പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. DYFI ജില്ലാ സെക്രട്ടറി അരുൺകുമാർ, CITU ജില്ലാ കമ്മിറ്റി അംഗം NC മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നഗരത്തിൽ പ്രകടനം. സാമൂഹ്യ വിരുദ്ധരുടെ താവളത്തിന്റെ ഭാഗമാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ചതിനെ ജനാധിപത്യ കശാപ്പിന്റെ അസഹിഷ്ണുതയുടെ കേന്ദ്രമായി പ്രയോജനപ്പെടുത്താൻ കൈവീടാൻ തയ്യാറാകരുത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.